ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈസ്റ്റർ സൈക്കിളിനെ കുറിച്ചാണ്. ഈസ്റ്റർ സൈക്കിൾ എന്ന് പറയുന്നത് നോൺ പ്രൈമേറ്റ്സ് ആയിട്ടുള്ള സെക്ഷുവലി മെച്യൂർ ആയിട്ടുള്ള മാമൽസിലെ റീപ്രൊഡക്റ്റീവ് സൈക്കിളാണ് ഈസ്റ്റർ സൈക്കിൾ. പ്രൈമേറ്റ്സിലുള്ളത് നമ്മൾ പഠിച്ചു, അതെന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഈസ്റ്റർ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു റീപ്രൊഡക്റ്റീവ് സൈക്കിളാണ്. എവിടെ കാണുന്നതാണ്? സെക്ഷുവലി മെച്യൂർ ഫീമെയിൽ മാമൽസ് എക്സെപ്റ്റ് പ്രൈമേറ്റ്സ്. ഹ്യൂമൻസ്, എയ്പ്സ് ഒക്കെ വരുന്നതാണ് പ്രൈമേറ്റ്സ്. അപ്പം അവരിലല്ലാത്ത സെക്ഷുവലി മെച്യൂർ ആയിട്ടുള്ള ഫീമെയിൽ മാമൽസിൽ കാണപ്പെടുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളാണ് ഈസ്റ്റർ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സൈക്കിളിൽ ഹോർമോണൽ ചേഞ്ചസ്, ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്, ഫിസിയോളജിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഇതെല്ലാം എന്തോത്തിന് വേണ്ടിയിട്ടാണ്? ആ പർട്ടിക്കുലർ അനിമലിനെ മേറ്റിങ്ങിന് അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് ഒരു പിക്ചറിസ്റ്റിക് ആയിട്ട് നമുക്കൊന്നുകൂടെ കാണാം. റീപ്രൊഡക്റ്റീവ്, അപ്പം ഈസ്റ്റർ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഓഫ് ആരുടെ? സെക്ഷുവലി മെച്യൂർ ഫീമെയിൽ മാമൽസ്. അപ്പോൾ അതിൻ്റെ കുറേ എക്സാമ്പിൾസ് പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കുമ്പോൾ ഒന്നുകൂടെ നമ്മുടെ മനസ്സിലോട്ട് അതങ്ങോട്ട് കയറും. നോക്കിയേ, കൗവ്, ബഫലോ, ഷീപ്പ്, ഗോട്ട്, ഡോഗ്, കാറ്റ്, ഇങ്ങനെയൊക്കെയുള്ള നോൺ പ്രൈമേറ്റ്സ് ആയിട്ടുള്ള സെക്ഷുവലി മെച്യൂർ ആയിട്ടുള്ള ഫീമെയിൽ മാമൽസിലെ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ആണ്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ, എങ്ങനെയാണ് അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്? റെഗുലർ ഹോർമോണൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രിപ്പയർ ഇറ്റ്സ് ബോഡി ഫോർ മേറ്റിംഗ് ആൻഡ് പ്രഗ്നൻസി. സോ ദാറ്റ് ഈസ് ഈസ്റ്റർ സൈക്കിൾ. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ആ ഈസ്റ്റർ സൈക്കിളിൽ ഡിഫറെന്റ് ഫേസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 4 ഫേസസ് ആണ് വരുന്നത്. പ്രോ ഈസ്റ്റസ് എന്ന് പറയുന്നത് ഫോളിക്കിൾസിന്റെ പ്രിപ്പറേഷൻ ആണ്. പിന്നെ ഈസ്ട്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ എന്താണ്, ആ സൈക്കിളിലെ ഏറ്റവും ആ ടൈമിലാണ് ആ ഫീമെയിൽസ് അതിൻ്റെ പാർട്ട്ണർ, അതിൻ്റെ മെയ്റ്റുമായിട്ട് മെയ്റ്റിനെ റിസീവ് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ഒരു സമയം. അതിനെ ഹീറ്റ് പീരീഡ് എന്നൊക്കെ പറയും. അതാണ് ഈസ്ട്രസ് പീരീഡ്. ഈസ്ട്രജന്റെ ലെവൽ ഉണ്ടായിരിക്കും ഈ ഒരു ഫേസിൽ. LH വരും, അത് നമ്മൾ കാണും. ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഡയസ്ട്രസ് ആണ്. ഡയസ്ട്രസ് എന്ന് പറയുന്നത് യൂട്രസ് ഡെവലപ്പ് ചെയ്യുന്ന പീരീഡ് ആണ്. പ്രൊജസ്ട്രോൺ ആയിരിക്കും ആ സമയത്ത് ഡോമിനൻ്റ് ആയിട്ടുള്ള ഹോർമോൺ. പിന്നെ അനാസ്ട്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പീരീഡ് വരുമ്പോഴത്തേക്ക് റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ഒന്നും കാണത്തില്ല, റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയാം. ആ ഒരു ടൈമിൽ ഒരിക്കലും ഇത് പ്രഗ്നന്റ് ആവുകയോ അല്ലെങ്കിൽ ഇതിന്റെ പാർട്ട്ണറിനെ അക്സെപ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല ഈ ഒരു അനാസ്ട്രസ്. അപ്പൊ ഈ ഫേസസ് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പേട എന്ന് ഓർത്താൽ മതി. പേട എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പൊ പേട എന്ന് ഓർത്താൽ മതി. പ്രോ ഈസ്ട്രസ്, ഡൈസ്ട്രസ് ആൻഡ് അനാസ്ട്രസ്. അപ്പൊ നമുക്ക് ഓരോ ഫേസസിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. പ്രോ ഈസ്ട്രസിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫോളിക്കിൾസ് ഉണ്ടോ? ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യും. ചെറിയ ഇമ്മച്ചുവർ ഫോളിക്കിൾസ് എന്ന് പറയുന്ന അറിയാലോ, ചെറിയ പിറ്റ് പോണക്കുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഓവറിയിലുള്ള. അതിൻ്റെ ഉള്ളിലാണ് ഓവം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ഓളിക്കിൾസ് അല്ലെങ്കിൽ ഒരു ഫോളിക്കിൾ അത് ഗ്രോ ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടാവും? ഒന്നല്ലെങ്കിൽ സെവറൽ ഫോളിക്കിൾസ് എന്ന് പറയാൻ കാരണം that depends upon the nature of that species, whether it is used to give birth to one young one or multiple young one. അപ്പം നമുക്കറിയാം, നമ്മളുടെയൊക്കെ കേസിൽ നോർമലി ഒരു കുഞ്ഞല്ലേ. പശുവിൻ്റെ ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ നോർമലി ഒന്ന്. അപ്പൊ അങ്ങനെയുള്ളതിൽ ഒരെണ്ണം. എന്നാൽ പിന്നെ ഡോഗിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കാറ്റ്, ഇതൊക്കെ റാറ്റ്, ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ ബേബീസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഒന്നിൽ കൂടുതൽ ഫോളിക്കിൾസ് മെച്ചുർ ചെയ്യും. അതുകൊണ്ടാണ് അത് പറയുന്നത് സ്പീഷീസ് സ്പെസിഫിക് ആണ്. എത്ര ഫോളിക്കിൾസ് മെച്ചുർ ആവും, എത്ര ഫോളിക്കിൾസ് ഗ്രോ ചെയ്യാൻ തുടങ്ങും എന്നുള്ളത്. ഇനി ഈ ഫേസിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇതും സ്പീഷീസ് വൈസ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ചിലതിൽ ഒന്ന് കാണത്തുള്ളൂ, ചിലതിൽ ആഴ്ചകൾ നീണ്ടു നിൽക്കും. ദാറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ സ്പീഷീസ്. അപ്പം ഈ പീരീഡിൽ ഈസ്ട്രജന്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻഡോമെട്രിയം, യൂട്രസിന്റെ ലൈനിങ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും.
ഈ ഒരു ടൈമിൽ. എന്നാൽ മാത്രമല്ല ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവത്തിനെ റിസീവ് ചെയ്യാൻ പറ്റുമോ, അതിനെ നഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈസ്ട്രജൻ വന്നിട്ട് ഏത് പീരീഡിൽ? പ്രോയിസ്ട്രസിൽ. ആ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈസ്ട്രജന്റെ ലെവൽ കൂടിയിട്ട് യൂട്രസിൽ ലൈനിങ് ഒക്കെ തിക്കാവും, എൻഡോമെട്രിയം പിന്നെ ഒക്കെ ഡെവലപ്പ് ചെയ്ത് യൂട്രസിന്റെ ലൈനിങ് തിക്കാവാൻ തുടങ്ങും. ചില അനിമൽസിന്റെ കേസിൽ ചില വജൈനൽ സെക്രീഷൻസ്, വജൈനയിൽ നിന്ന് ചില സെക്രീഷൻസും ഈ ഒരു സമയത്ത് വരും. ആ സെക്രീഷൻസ് പറയുന്നത് ചിലപ്പം ബ്ലഡി ആവാം. മനസ്സിലായോ? ഈ ടൈമിലും ഈ അനിമൽസ് ഒന്നും സെക്ഷുവലി റിസപ്റ്റീവ് ആയിരിക്കത്തില്ല. സെക്ഷുവലി റിസപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മെയ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഈ ഒരു ഫേസിലും. മനസ്സിലായത്? അനിമൽസിന്റെ ഒരു പ്രത്യേകതയും കൂടെയാണ്. അതിന്റെ ഹീറ്റ് പീരീഡിലെ ഇത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ, പാർട്ട്ണറുമായിട്ട് മേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഈ പ്രോ ഈസ്ട്രസ് പീരീഡിലും ഇറ്റ് ഈസ് നോട്ട് സെക്ഷുവലി റിസപ്റ്റീവ്. അപ്പം തൊട്ടു മുമ്പേ ഉള്ള സൈക്കിളിലെ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും ഈ പ്രോയിസ്ട്രസ് പീരീഡിൽ. കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ പഠിച്ചപ്പോൾ കണ്ടായിരുന്നു. കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്ട്രോൺ സിന്തസൈസ് ചെയ്യുന്നത്. അപ്പം ഇതിന് തൊട്ട് മുമ്പുള്ള ഈസ്ട്രസ് സൈക്കിളിൽ ഉണ്ടായിരുന്ന കോർപ്പസ് ലൂട്ടിയം ഈ പ്രോ ഈസ്ട്രസ് ഫേസ് വരുമ്പോൾ അതിന് ഇനി വേണ്ടല്ലോ, അത് ഡീജനറേറ്റ് ചെയ്യും. ഇനി അടുത്തത് എങ്ങനെയാ ഉണ്ടാവേണ്ടത്? ഫോളിക്കിൾ മെച്യൂറായിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഫോളിക്കിൾ അല്ല ഈ കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറേണ്ടത്. അതുകൊണ്ട് ഈ പഴയത് ഡീജനറേറ്റ് ആയി പോകും. എന്നിട്ട് യൂട്രസും വജൈനയും അതൊക്കെ അങ്ങനെ നല്ല ഡിസ്റ്റൻഡ് ആയിട്ട് ഒരു ഫ്ലൂയിഡ് വന്നറിയും. മനസ്സിലായോ? ഈ ഫ്ലൂയിഡ് പിന്നീട് ഈ വജൈന അല്ലെങ്കിൽ വൾവയിൽ കൂടെ പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യും. ആ ഫ്ലൂയിഡിന്റെ പേരാണ് സാങ്ക്വിനസ് ഫ്ലൂയിഡ്. ചില സമയത്ത് ഇത് ബ്ലഡിയാണ്. അപ്പം ഇത് കാണുമ്പം നമ്മൾ തെറ്റിദ്ധരിക്കും അനിമൽസിന്റെ മെൻസ്ട്രേഷൻ ആണെന്ന്. പക്ഷെ അല്ല, ഇത് അത്തരത്തിലുള്ള ഒരു ഫ്ലൂയിഡേ അല്ല. ഈസ്ട്രസ് സൈക്കിളിന് മുമ്പുള്ള പ്രോ ഈസ്ട്രസിൽ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സിന്റെ ഫലമായിട്ട് ബോഡിയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡാണ് സാങ്ക്വിനസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. വജൈനയിൽ വന്ന് നിറഞ്ഞിരുന്നിട്ട് അത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ സെക്രീറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡാണ് സാങ്ക്വിനസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രോയിസ്ട്രസിൽ വേറൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട്. വജൈനയുടെ വജൈനയുടെ ലൈനിങ് അതും തിക്കാവും. മനസ്സിലായോ? തിക്കാവും. ഒരുപാട് സെൽസ് ഒക്കെ ഉണ്ടാക്കി അത് നല്ല തിക്കായിട്ട് മാറും ഈ പ്രോയിസ്ട്രസ് പീരീഡിൽ. ഈ പ്രോയിസ്ട്രസിന്റെ മറ്റ് പേരുകൾ പ്രോയിസ്ട്രസ്, പ്രോയിസ്ട്രം, പ്രോയിസ്ട്രം, ഈ ഒരു രീതിയിലൊക്കെ നമുക്കത് എഴുതി കാണാറുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ഈ ഒരു ഫേസ് എന്താണെന്ന് മനസ്സിലായാലും ഫോളിക്കിളിന്റെ ഡെവലപ്മെന്റ് ആണ്. പിന്നെ അതിനകത്ത് സാങ്ക്വിനസ് ഫ്ലൂയിഡിന്റെ സെക്രീഷൻ ചില സ്പീഷീസിൽ കാണുന്നുണ്ട്. ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ കാര്യവും ഓർക്കണം. ഇനി നമുക്ക് അടുത്തത് ഈസ്ട്രസ് സൈക്കിൾ, അതായത് ഹീറ്റ് പീരീഡ്. ആ ടൈമിലാണ് ആനിമൽസിന് അതിന്റെ മെയ്റ്റിനോട് കൂടുതൽ അഫെക്ഷൻ, ദേ ബിക്കം റിസപ്റ്റീവ് ടുവേഴ്സ് ഇറ്റ്സ് മെയ്റ്റ് പാർട്ട്ണർ. അപ്പൊ ഈസ്ട്രസ് സൈക്കിൾ ഈ ടൈമിലാണ് ഫീമെയിൽസ് സെക്ഷുവലി റിസപ്റ്റീവ് ആവുന്നത്. ഇൻ ഹീറ്റ്. ഡോഗ് ഒക്കെ ഹീറ്റിലാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ്. അപ്പം ഇത് ഏത് ഗൊണാഡോട്രോപിക് ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസിലാണ് ഇത് വരുന്നത്. ഓവേറിയൻ ഫോളിക്കിൾസ് മെച്ചുർ ആവും. പിന്നെ ഈസ്ട്രജന്റെ ഇൻഫ്ലുവൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിഗ്നിഫിക്കൻ്റ് ആണ് ഈ ഒരു ടൈമിൽ. അപ്പം ഹീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫീമെയിൽസ് സെക്ഷുവലി റിസപ്റ്റീവ് ആയിട്ടുള്ള പീരീഡ്, അത് ഓർത്തോണം. ഗൊണാഡോട്രോപിക് ഹോർമോൺസ് ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഈസ്ട്രജന്റെ റോള് ഇസ് വെരി സിഗ്നിഫിക്കൻറ്റ്, ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് ഫീമെയിൽസ് ഈ ഒരു ഫേസിലുള്ള ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന അനിമൽസിലെ ഫീമെയിൽസ് ചില പെക്യൂലിയർ ബിഹേവിയർ പാറ്റേൺസ് ഒക്കെ കാണിക്കും. അതിൻ്റെ മെയ്റ്റിനെ അട്രാക്ട് ചെയ്യാനും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള മേറ്റിങ് നടക്കാനും ഒക്കെ. അപ്പോൾ ഒരു ക്യാറ്റിന്റെ ബിഹേവിയർ ജസ്റ്റ് ഞാൻ കാണിക്കാം. ആ ബോഡി പോസ്റ്റർ കണ്ടോ? ബാക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും ഉണ്ടോ? ഇങ്ങനെയുള്ള അപ്പം അങ്ങനെയുള്ള ചില ബോഡി പോസ്റ്റർ സെക്ഷുവലി റിസപ്റ്റീവ് ബിഹേവിയർ എന്നാണ് പറയുന്നത്. ഫിസിയോളജിക്കൽ ചേഞ്ചസ് കൊണ്ടാണ് അങ്ങനെയുള്ള ചേഞ്ചസ് വരുന്നത്. ഇനി ഈ ഹീറ്റ് പീരീഡിൽ വൾവ എന്ന് പറയുമ്പോഴത്തേക്ക് സെർവിക്സിന്റെ ഓപ്പണിംഗ് ആണ്, അത് സ്വളൻ ആൻഡ് റെഡ് ആയിട്ട് മാറും.
ചില ആനിമൽസ് അതാ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. ഒരു അല്ലില്ല, ചില ആനിമൽസിൽ സ്പോണ്ടേനിയസ് ആണ് ഓവുലേഷൻ. ഓവുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഫോളിക്കിളിൽ നിന്ന് ഓവം, അതായത് മെച്ചർ ഫോളിക്കിളിൽ നിന്ന് ഓവം റിലീസ് ചെയ്യുന്ന ആക്ട് ആണ് ഓവുലേഷൻ. അപ്പം ചില മാമൽസിൽ ഓവുലേഷൻ സ്പോണ്ടേനിയസ് മീൻസ് നാച്ചുറലി അത് നടക്കും. പക്ഷേ ചില അനിമൽസിലുണ്ട് മേറ്റിംഗ് നടന്നാൽ മാത്രമേ ഓവുലേഷൻ നടക്കുകയുള്ളൂ. മനസ്സിലായോ? ഫീമെയിലും മെയിലും കൂടെ മേറ്റ് ചെയ്താൽ മാത്രം ഓവുലേഷൻ നടക്കും. കാറ്റ് അതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ പിന്നെ 4 ലെഗ്ഡ് ഫീമെയിൽ മാമൽസ് കാണിക്കുന്ന ഒരു മേറ്റിംഗ് പോസ്ചർ അതിനെ പറയുന്നുണ്ട് ലോഡോസിസ് റിഫ്ലെക്സ് എന്ന് പറയും. അതിന്റെ പിക്ചർ കാണിക്കാം, കാറ്റിന്റെ വെച്ചിട്ടുണ്ട്. ഇതാണ് ലോഡോസിസ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. സോളൻ റെഡൻ വൾവയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ടെയിൽ റേസ് ചെയ്ത്, കണ്ടോ, ഹൈൻ പാർട്ട് എലിവേറ്റ് ചെയ്ത്, ബാക്ക് പോർഷൻ ആർച്ച് ചെയ്ത്, ഇങ്ങനെയൊക്കെയാണ് ആ ഒരു പൊസിഷൻ. അപ്പോൾ അതൊക്കെ ഈ അനിമൽസ് കാണിക്കുന്ന പെക്യൂലിയർ ബിഹേവിയർ ആണ്. ഏത് പീരീഡിൽ? ഈസ്ട്രസ് പീരീഡിൽ. ഇനി നമുക്കിപ്പം ഒരു ഫാമൊക്കെ നടത്തുന്നവരാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനിമൽസിനെ എന്താണ് റിയർ ചെയ്യുന്നവരാണെങ്കിൽ, അപ്പം പലതിനും പല ടൈമിലാണ് ഈസ്റ്റർ സൈക്കിൾ വരുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പം ചില ഡ്രഗുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെയൊക്കെ കുറേ പിന്നെ അനിമൽസിന്റെ ഈസ്റ്റർ സൈക്കിൾ ഒരേ സമയത്താക്കും. കാരണം ഒരേ സമയത്ത് തന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കാനും മേറ്റ് ചെയ്യിപ്പിക്കാനും ഒക്കെ വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട് ചില അവസരങ്ങളിൽ. ഇനി അടുത്ത ഫേസ് ആയിട്ടുള്ള മെറ്റാസ്ട്രസ് ഓർ ഡയസ്ട്രസ്, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിക്കോ. ഇവിടെ നമ്മുടെ ആള് കോർപ്പസ് ലൂട്ടിയത്തിന്റെ ആക്ഷൻ ആണ്. അത് പ്രൊജസ്ട്രോൺ. കാരണം നമ്മൾ കണ്ടു ഇവിടെ സ്പോണ്ടേനിയസ് ആയിട്ട് ഓവുലേഷൻ നടക്കുന്ന അനിമൽസിൽ ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മെച്ചർ ഫോളുകൾ കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുന്നുണ്ടായിരിക്കും. കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് എന്തുണ്ടാവും? പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പം ആദ്യത്തതിൽ ഈസ്ട്രജൻ, ഇവിടെയും ഈസ്ട്രജൻ ആണ് ഇമ്പോർട്ടന്റ്. ഇവിടെ വരുമ്പോഴത്തേക്ക് പ്രൊജസ്ട്രോൺ വരുന്നുണ്ട്. അപ്പം ഈസ്ട്രജൻ ഈ ഒരു ഫേസ് വരുമ്പോഴത്തേക്ക് കുറയും. മനസ്സിലായോ? എന്നിട്ട് പ്രൊജസ്ട്രോൺ കൂടുന്നുണ്ട്. യൂട്രസിന്റെ ലൈനിങ് ഒത്തിരി തിക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പ്രഗ്നൻസി നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കോർപ്പസ് ലൂട്ടിയം ഡിസപ്പിയേഴ്സ് ചെയ്യും. കോർപ്പസ് ലൂട്ടിയം ഡിസപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൊജസ്ട്രോൺ ഹൈ ആയിട്ട് വരുമോ? ഇല്ല, അതിന്റെ ലെവൽ കുറയും. അപ്പം മീൻസ് പ്രൈമേറ്റ്സിന്റെ കേസിലാണെങ്കിൽ മെൻസ്ട്രേഷൻ, അതായത് യൂട്രൈൻ ലൈനിങ്, കോർപ്പസ് ഫങ്ഷണാലിസ് എന്ന് പറയുന്ന ലെയർ ഷെഡ് ഓഫ് ടിയർ ഓഫ് ചെയ്യുകയാണ്. അത് മെൻസസ് ആയിട്ട് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുകയാണെന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ഈസ്റ്റർ സൈക്കിളും മെൻസ്ട്രൽ സൈക്കിളുമായിട്ടുള്ളത്. ഇവിടെ എന്തെന്നറിയാമോ? ആ യൂട്രൈൻ ലൈനിങ് എന്തെന്നറിയാമോ? ഇത് ഒരിക്കലും പുറത്തോട്ട് റിലീസ് ചെയ്യത്തില്ല, പകരം ബോഡിയിലോട്ട് തന്നെ റീഅബ്സോർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കിക്കേ, പ്രഗ്നൻസി നടന്നില്ല എന്നുണ്ടെങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഡിസപ്പിയർ ചെയ്തിട്ട് പ്രൊജസ്ട്രോണിന്റെ ലെവൽ കുറയും. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് ഷെഡിങ് ദ യൂട്രൈൻ ലൈനിങ് ആസ് ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻസ്, ഇവരെന്താ ചെയ്യുന്നത്? ഇറ്റ്സ് ബോഡി ഈസ് റീഅബ്സോർബ് ആൻഡ് റീഓർഗനൈസ്. വീണ്ടും ബോഡിയിലെ റീസ്ട്രക്ചറിങ്, റീകൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് ബ്ലഡ് സെൽസോ അതിനകത്തുള്ള പെർട്ടിക്കുലേഴ്സ് എല്ലാം റീയൂസ് ചെയ്യും. അതായത് ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്യും, പുറത്തേക്ക് സെക്രീറ്റ് ചെയ്ത് കളയുന്നതിന് പകരം. എന്നിട്ട് യൂട്രസ് അടുത്ത ഈസ്റ്റർ സൈക്കിളിന് വേണ്ടിയിട്ട് റെഡിയാവും. മനസ്സിലായോ? ഇനി ലാസ്റ്റ് ഫേസ് ആയിട്ടുള്ള അനസ്ട്രസിലോട്ട് വരാം. അനസ്ട്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെന്തറിയാമോ? റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ്. ആ ടൈമിൽ ഫീമെയിലിന് മെയിലിനോട് ഒരു അഫെക്ഷനോ അറ്റാച്ച്മെന്റോ അട്രാക്ഷനോ ഒന്നും കാണുകയില്ല. ഓവറീസ് എല്ലാം ഇനാക്റ്റീവ് ആണ്, ഓവുലേഷൻ ഒന്നും നടക്കത്തില്ല, ഫീമെയിൽസ് ഹീറ്റിലോട്ട് വരത്തേയില്ല. ഷീ ഈസ് നോട്ട് സെക്ഷുവലി റിസെപ്റ്റീവ്. ഇനി എന്തുകൊണ്ടാണ് ഈ അനസ്ട്രസ് ഉണ്ടാവുന്നത്? പർട്ടിക്കുലർ സീസൺ വൈസ് ആണ് ഈ അനസ്ട്രസ് എന്ന് പറയുന്ന സംഭവം കാണപ്പെടുന്നത്. ഡേ ലൈറ്റിന്റെ, അതായത് ഡേയുടെ ദൈർഘ്യം, ഡ്യൂറേഷൻ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ്. ഇപ്പം ബ്രെയിനിലെ പീനിയൽ ഗ്ലാൻഡ്, ഈ അനിമൽസിലെ ബ്രെയിനിലെ പീനിയൽ ഗ്ലാൻഡ് ഡാർക്ക്നെസ്, അതായത് നൈറ്റ് ടൈമിൽ ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യും.
ആ ഹോർമോണിന്റെ പേരാണ് മെലാറ്റോണിൻ. അപ്പൊ മെലാറ്റോണിനെ എപ്പോഴും പെയർ ചെയ്യേണ്ടത് ഏതുമായിട്ടാ എൻ, അതായത് നൈറ്റ് ഡാർക്ക്നെസ്സിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ മെലാറ്റോണിൻ. അപ്പം മെലാറ്റോണിൻ നൈറ്റിൽ, അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണേ. അപ്പൊ ഈ മെലാറ്റോണിൻ പല ആനിമൽസിലും പല മാമൽസിലും ഡിഫറെന്റ് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അത് നമ്മൾ ഇനി കാണും. അപ്പം ഈ മെലാറ്റോണിനാണ് ആ ബ്രെയിനിനെ പറഞ്ഞു കൊടുക്കുന്നത് ഈസ് ഇറ്റ് ദ സ്യൂട്ടബിൾ ടൈം ഫോർ റീപ്രൊഡക്ഷൻ ഓർ നോട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ മെലാറ്റോണിൻ എന്ന് പറയുന്ന ആളെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അതാ ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞു വരാൻ പോകുന്നത്. മെലാറ്റോണിൻ ഡിഫറെന്റ് അനിമൽസിൽ ഡിഫറെന്റ്ലി ആണ് ഫങ്ഷൻ ചെയ്യുന്നത്. ലോങ് ഡേ ബ്രീഡേഴ്സ്, അതായത് ഹോഴ്സ്, ഹാംസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആനിമൽസിൽ വരുമ്പോൾ, ലോങ് ഡേ ബ്രീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ലോങ് ഡേ ടൈം ഉള്ള സമയങ്ങൾ, സീസൺ, ആ സമയത്തായിരിക്കും ഇവർ ബ്രീഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഈ മെലാറ്റോണിന്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്ന് അറിയാൻ ഞാൻ വെറുതെ ഒരു കാര്യം പറയാം, അങ്ങനെ ഓർത്താൽ മതി. ലോ മെലാറ്റോണിൻ സപ്രസ്, ഷോർട്ട് മെലാറ്റോണിൻ സപ്പോർട്ട്. എന്നോർക്കുക. അപ്പം ലോങ് മെലാറ്റോണിൻ സപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഡേ ബ്രീഡേഴ്സിൽ മെലാറ്റോണിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ സപ്രസ് ചെയ്യപ്പെടും. ഇനി ഷോർട്ട് ഡേ ബ്രീഡേഴ്സിൽ മെലാറ്റോണിൻ പ്രസൻസ് ഉണ്ടെങ്കിൽ റീപ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യും. കണ്ടോ? ലോങ് ഡേ ബ്രീഡേഴ്സ്, അതായത് ഡേ ലെങ്ത് കൂടുതലുള്ളവരിൽ മെലാറ്റോണിൻ കൂടുതലായിട്ടുണ്ടായാൽ അവരുടെ റീപ്രൊഡക്ഷൻ സപ്രസ് ചെയ്യപ്പെടും. ഷോർട്ട് ഡേ, അതായത് ഡേ ലെങ്ത് കുറവുള്ളപ്പം ബ്രീഡ് ചെയ്യുന്ന അനിമൽസിൽ മെലാറ്റോണിൻ്റെ പ്രസൻസിൽ റീപ്രൊഡക്ഷൻ സക്സസ്ഫുൾ ആവും, റീപ്രൊഡക്ഷനെ അത് സപ്പോർട്ട് ചെയ്യും. ഈ ഒരു കാര്യം മനസ്സിലിരിക്കുക. എന്നിട്ട് നോക്കും. ഇപ്പം ഹോഴ്സ്, ഹാംസ്റ്റേഴ്സ് ഇവരുടെ ലോങ് ഡേ ബ്രീഡേഴ്സ് ആണ്. അപ്പൊ അവർ ബ്രീഡ് ചെയ്യുന്ന സീസൺ എന്ന് പറയുന്നത് സ്പ്രിങ്ങും സമ്മറുമാണ്. അപ്പം ആ ടൈമിൽ ഡേ ലെങ്ത് കൂടുതൽ, ഡേ ലെങ്ത് കൂടുതൽ, നൈറ്റിന്റെ ടൈം കുറവ്. നൈറ്റിലെ എന്തുണ്ടാവത്തുള്ളൂ? മെലാറ്റോണിൻ ഉണ്ടാവത്തുള്ളൂ. അപ്പം നൈറ്റ് കുറച്ചേ ഉള്ളെങ്കിൽ മെലാറ്റോണിൻ കുറവായിരിക്കത്തില്ലേ? മെലാറ്റോണിൻ കുറവാകുമ്പോൾ എന്ത് പറ്റുക? ഈ ലോങ് ഡേ ബ്രീഡേഴ്സിൽ മെലാറ്റോണിൻ കൂടുതലാണെങ്കിൽ സപ്രസ് ചെയ്യും. അപ്പൊ കുറവാവുന്നെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ റീപ്രൊഡക്ഷൻ നടക്കും. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് ലോങ് ഡേ ബ്രീഡേഴ്സിൽ സ്പ്രിങ് ആൻഡ് സമ്മർ അവിടെ ഡേ ലെങ്ത് കൂടുതലാണ്. ഡേ ലെങ്ത് കൂടുതലാവുമ്പോൾ മെലാറ്റോണിൻ കുറവായോണ്ട് റീപ്രൊഡക്ഷൻ നടക്കും. മനസ്സിലായോ? ഇനി തിരിച്ചുള്ള കണ്ടീഷൻ ആണെങ്കിലോ, ഡേ ലെങ്ത് ദിസ് മച്ച്, നൈറ്റ് ഇത്രയും ഉണ്ടെങ്കിൽ ഇവിടെ മെലാറ്റോണിൻ കൂടുതലായിരിക്കും, ഇവരിൽ എന്തായിരിക്കും? റീപ്രൊഡക്ഷൻ കുറയും. പിടികിട്ടിയോ? അപ്പൊ ഇത് ലോങ് ഡേ ബ്രീഡേഴ്സ്. അപ്പൊ ലോങ് ഡേ ബ്രീഡേഴ്സിൽ മെലാറ്റോണിന്റെ പ്രസൻസ് റീപ്രൊഡക്ഷനെ സപ്രസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഷോർട്ട് ഡേ ബ്രീഡേഴ്സിന്റെ കാര്യം നോക്കാം. ഷോർട്ട് ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് സമയമുള്ളൂ ഡേ ടൈം, നൈറ്റ് കൂടുതൽ. അപ്പൊ ഇവിടെ മെലാറ്റോണിൻ നമ്മൾ കണ്ടു, ഷോർട്ട് മെലാറ്റോണിൻ സപ്പോർട്ടാണ്. അപ്പം നൈറ്റ് കൂടുതൽ എന്ന് പറയുമ്പോൾ മെലാറ്റോണിൻ കൂടുതൽ, ഇവരിൽ റീപ്രൊഡക്ഷൻ നടക്കും. ലോങ് ഡേയിൽ നമ്മൾ മെലാറ്റോണിൻ കൂടി നിന്നപ്പോൾ റീപ്രൊഡക്ഷൻ കുറഞ്ഞു എന്നാണ്. പക്ഷെ ഷോർട്ട് ഡേയിൽ വന്നപ്പോഴത്തേക്ക് മെലാറ്റോണിൻ കൂടി നിന്നപ്പം റീപ്രൊഡക്ഷൻ ഫേവർ ചെയ്തു, അല്ലേ? അപ്പം ഡിഫറെന്റ് അനിമൽസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് മെലാറ്റോണിന്റെ ഇൻഫ്ലുവൻസ്. അതാ ഞാൻ അത് തിരിഞ്ഞു പോകാതിരിക്കാൻ ഓർക്കാനാണ് ലോങ് മെലാറ്റോണിൻ സപ്രസ്, ഷോർട്ട് മെലാറ്റോണിൻ സപ്പോർട്ട് എന്നുള്ളത് ഓർത്തിരിക്കാൻ മതി. നിങ്ങൾക്ക് അല്ലാതെ ഓർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓർക്കുക. എന്തായാലും കാര്യം ഇത്രയേ ഉള്ളൂ. ഡിഫറെന്റ് അനിമൽസിലും ഡിഫറെന്റ് ആയ രീതിയിലാണ് മെലാറ്റോണിൻ റീപ്രൊഡക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി
Why does that same hormone have opposite effects? Hypothalamus of different species respond differently to melatonin. അതായത് ഡിഫറെന്റ് അനിമൽസിന്റെ ഹൈപ്പോതലാമസ് ബ്രെയിനിലെ ഹൈപ്പോതലാമസ് ഡിഫറെന്റ് രീതിയിലാണ് മെലറ്റോണിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ദാറ്റ് ഡിഫറൻസ് ഇൻ ദി എഫക്ട്. ഇനി സീസണൽ ചേഞ്ച് അല്ല, ഇതൊക്കെ നമ്മൾ സീസൺ പറയും. സീസണൽ ചേഞ്ച് അല്ലാതെ വേറെ ചില കാരണങ്ങൾ കൊണ്ടും ഈ അനാസ്ട്രസ്, അതായത് ഫീമെയിൽസ് സെക്ഷുവലി റിസപ്റ്റീവ് അല്ലാതെ ഇരിക്കും, റീപ്രൊഡക്റ്റീവ് സൈക്കിൾ സ്റ്റോപ്പ് ചെയ്തിരിക്കും. അത് ഏതൊക്കെ കാരണങ്ങളാണ്? പ്രഗ്നൻസി ടൈം ആണെങ്കിൽ കേട്ടോ, അപ്പോൾ ആ ടൈമിലാണെങ്കിൽ അത് അനാസ്ട്രസ് ഫേസിലായിരിക്കും. ലാക്ടേഷൻ്റെ ടൈമിൽ, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, പിന്നെ പുവർ ന്യൂട്രീഷൻ ആണെങ്കിൽ, പിന്നെ ഓൾഡ് ഏജ് ആണെങ്കിൽ, പിന്നെ എന്തെങ്കിലും സ്റ്റീറോയിഡ്സ് ഒക്കെ യൂസ് മീൻസ് അത് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കേസിലും അനാസ്ട്രസ് ഫേസിലേക്ക് പോകും. ഇനി ചില ആനിമൽസ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് എ പ്രഗ്നൻസി, ചില സ്പീഷീസിൽ ഒരു പോസ്റ്റ് പാർട്ടം ഈസ്ട്രസ് ഡെവലപ്പ് ചെയ്യും. അതായത് ഓവുലേഷൻ ഒക്കെ കഴിഞ്ഞ് സോറി ആ ഒരു പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം യങ് വൺസിന് ബർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈസ്ട്രസ് സൈക്കിളിലേക്ക് തിരിച്ചു വരും. അടുത്ത ഒരു മേറ്റിംഗ് പീരീഡ്, അടുത്ത ഒരു മേറ്റിംഗ് ടൈം, അടുത്ത ഒരു ഹീറ്റ് പീരീഡ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും ചില ആനിമൽസ്. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് എ പ്രഗ്നൻസി സം സ്പീഷീസ് ഹാവ് പോസ്റ്റ് പാർട്ടം ഈസ്ട്രസ് വിച്ച് ഈസ് ഓവുലേഷൻ ആൻഡ് കോർപ്പസ് ലൂട്ടിയം പ്രൊഡക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് ഇമീഡിയറ്റ്ലി ഫോളോയിങ് ദ ബർത്ത് ഓഫ് ദി യങ്. അതിന് എക്സാമ്പിൾ ആണ് റാറ്റ്. ഉണ്ടോ? അതായത് ഈ ഫെർട്ടൈൽ മീൻസ് ഫെർട്ടൈൽ പോസ്റ്റ് പാർട്ടം ഈസ്ട്രസ് ഇതിന്റെ കേസിൽ ഉണ്ടാകാറുണ്ട്. അത് യങ് വൺസിന് ഗീവ് ബർത്ത് കൊടുത്തതിന് ശേഷം 14 മുതൽ 24, കാരണം ഒരു ദിവസം പോലും വേണമെന്നില്ല, അത് ഇറ്റ് ബിക്കം റെഡി ഫോർ അനദർ മേറ്റിംഗ്. അത്രയും ഫാസ്റ്റ് ആയിട്ട് ഈസ്ട്രസ് സൈക്കിളിൽ റീ എൻ്റർ ചെയ്യുന്ന ആനിമൽസ് ഉണ്ട്. അതിനെ പോസ്റ്റ് പാർട്ടം ഈസ്ട്രസ് എന്ന് പറയും. അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് പാച്ചുറേഷൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ, വളരെ താമസമൊന്നും കൂടാതെ ഉടനെ തന്നെ ഒരു ഈസ്ട്രസ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്ന അനിമൽസിന് പറയും. ആ ഒരു ഫേസ്, അങ്ങനെയുള്ള ഈസ്ട്രസ് സൈക്കിൾ, അതായത് ഒരു പാച്ചുറേഷൻ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അടുത്ത ഈസ്ട്രസ് സൈക്കിൾ വരുന്നു, അതിനെ പോസ്റ്റ് പാർട്ടം ഈസ്ട്രസ് എന്ന് പറയും. ചില ഫണ്ണി ആയിട്ടുള്ള ചില കാര്യങ്ങളൂടെ നമുക്ക് നോക്കാം. ഡോഗ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഇതൊക്കെ എക്സാമിന് എഴുതണമെന്നില്ല, നിങ്ങളുടെ ഒരു രസകരമായ അറിവിലേക്ക് പറയുന്നതേ ഉള്ളൂ. ഡോഗ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആണ് ഈ ഫേസസ് ഏറ്റവും മീൻസ് എന്താണ്, വർഷത്തിൽ 2 പ്രാവശ്യം മാത്രമേ ഫീമെയിൽ ഡോഗ്സിന് പീരീഡ്സ് ഉണ്ടാവുള്ളൂ. പീരീഡ്സ് പറഞ്ഞാൽ ആ ഹീറ്റ് ടൈം, ഈ സ്ട്രെസ് ടൈം ഉണ്ടാവത്തുള്ളൂ. ഇപ്പം നമ്മളെ മനുഷ്യന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ മന്ത്ലി അല്ലേ പീരീഡ്സ് ഉണ്ടാവും. 28 സൈക്കിളാണ്, 28 ഡേയ്സ് സൈക്കിളാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 6 മന്ത് ആണ് ഒരു സൈക്കിൾ. അതുകൊണ്ട് ഒരു വർഷം 2 പ്രാവശ്യം മാത്രമേ ഡോഗ്സിന് ആ ഈസ്ട്രസ് സൈക്കിൾ ഉണ്ടാവുന്നുള്ളൂ. ഇനി ഫീമെയിൽ ക്യാറ്റ്സ് ഞാൻ പറഞ്ഞാൽ അത് ഓവുലേഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കത്തില്ല. അതിന് മേറ്റ് ചെയ്താൽ മാത്രമേ ഓവുലേഷൻ നടക്കുള്ളൂ. അതുകൊണ്ട് എന്താണ്, ഫോളിക്കിൾ മെച്ചുറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൂച്ചകൾ കിടന്ന് ഉറക്കെ കരയും, അതിന്റെ മേറ്റിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കരയും, പിന്നെ അട്രാക്ട് ചെയ്യാനൊക്കെ മീൻസ് അട്രാക്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. റോൾ ഓൺ ദ ഫ്ലോർ. കാരണം മേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ, ഓവുലേഷൻ നടക്കുകയുള്ളൂ പൂച്ചയുടെ. അപ്പൊ പൂച്ചയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം. ഇനി ലയണസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം, അത് ഈ സ്ട്രെസ് ആ ടൈമിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം എത്ര ടൈം വരെ ഇത് എന്താണ് സെക്ഷലി റിസപ്റ്റീവ് ആവുമെന്നറിയാമോ? 20 to 40 ടൈംസ് ആണ്. അത് എന്തിനാണ് അത്രയും ഫ്രീക്വന്റ് മേറ്റിംഗ്? കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള ഫെർട്ടിലൈസേഷന്റെ ചാൻസ് കൂടുതലായിരിക്കും ഈ ലയണസിന്റെ കേസിൽ. ഇനി എലിഫൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു എക്സ്ട്രീമിറ്റിയാണ്. ലോങ്ങസ്റ്റ് ഈസ്റ്റർ സൈക്കിളാണ്, ഒരു നീണ്ട ഈസ്റ്റർ സൈക്കിളാണ്. അതായത് 22 മന്ത് ഓഫ് പ്രഗ്നൻസി ഉണ്ട് ഇതിൻ്റെ കേസിൽ എലിഫൻസ്. ഈസ്റ്റർ സൈക്കിൾ ലോങ് ആയതുകൊണ്ട് അത്രയും ടൈം അതിനുണ്ട് ഒരു സെക്ഷലി റിസപ്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പ്രഗ്നൻസീസ് ടൈമും വളരെ ലെങ്തിയാണ്. പിന്നെ ഡോഗ്സിന്റെ കേസിൽ ബ്ലഡി ഡിസ്ചാർജ് പ്രോ ഈസ്ട്രസ്, സാങ്ക്വിനസ് ഫ്ലൂയിഡ് നമ്മൾ കണ്ടായിരുന്നു. അത് മെൻസ്ട്രേഷൻ അല്ല, അത് മനസ്സിലായിക്കോണം. ഹ്യൂമന്റെ കേസിൽ നമ്മൾ കണ്ടായിരുന്നു, യൂട്രൈൻ ലൈൻ ഷെഡ് ചെയ്യും മെൻസ്ട്രസ്
മെൻസസ് ആയിട്ട്. പക്ഷേ എങ്കിൽ ഇവിടെ എന്താണ് ഒരിക്കലും അങ്ങ് ഷെഡ് ചെയ്യത്തില്ല, ബോഡിയിലേക്ക് റീഅബ്സോർവ് ചെയ്യത്തേ ഉള്ളൂ. അതേപോലെ അനിമൽസിന് ക്ലോക്ക് ഒന്നും നോക്കണ്ട അവരുടെ ബ്രീഡിങ് സീസൺ. പകരം ഹോർമോൺസിന്റെ വേരിയേഷൻ, ഫ്ലക്ച്വേഷൻസ്, ഡേ ലെങ്തിന്റെ വേരിയേഷൻ, ന്യൂട്രീഷൻ, എൻവിയോൺമെന്റൽ കണ്ടീഷൻ. അപ്പം ഡേ ലെങ്ത് മാറുമ്പം മെലാറ്റോണിന്റെ കാര്യം നമ്മൾ കണ്ടായിരുന്നു. ന്യൂട്രീഷൻ, എൻവിയോൺമെന്റൽ കണ്ടീഷൻ, ഇതെല്ലാം കറക്റ്റായിട്ട് വരുന്നതനുസരിച്ച് അതിന്റെ ബോഡിയിൽ ഹോർമോൺ അതിനെ റെസ്പോണ്ട് ചെയ്ത് മനസ്സിലായിക്കോളും ബ്രീഡിങ് സീസൺ ഏതാണ്. അപ്പം ഹോർമോൺസ് ആണ് അവിടുത്തെ മെയിൻ ആൾക്കാർ. ഇനി നിങ്ങൾക്ക് എക്സാമിന് ഈസ്ട്രസ് സൈക്കിൾ, മെൻസ്ട്രൽ സൈക്കിൾ ഒരു കമ്പയർ ചെയ്തിട്ട് എഴുതാൻ പറയുമ്പോൾ ഈ ഒരു ടേബിൾ അങ്ങോട്ട് പഠിച്ച് എഴുതി വെച്ചാൽ മതി. ഇതിനകത്ത് എല്ലാം ഉണ്ട് കറക്റ്റായിട്ട്. ഡെഫിനിഷൻ നോക്കി, ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് മോസ്റ്റ് ഫീമെയിൽ മാമൽസ് എക്സെപ്റ്റ് പ്രൈമേറ്റ്സിലെ റീപ്രൊഡക്റ്റീവ് സൈക്കിളാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് മെൻസ്ട്രൽ സൈക്കിൾ ഹ്യൂമൻസ് ആൻഡ് പ്രൈമേറ്റ്സിൽ വരുന്നതാണ്. പിന്നെ ഇത് എക്സാമ്പിൾസ് കൊടുക്കണം. പിന്നെ സെക്ഷൽ റിസപ്റ്റിവിറ്റി, ഇത് ഈസ്ട്രസ് ടൈമിൽ മാത്രമേ ഫീമെയിൽസ് സെക്ഷലി റിസപ്റ്റീവ് ആവുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ത്രൂ ഔട്ട് ദ സൈക്കിൾ ഏത് ടൈമിലും റിസപ്റ്റീവ് ആണ് ഹ്യൂമൻസ് ആൻഡ് ഏപ്സിൻ്റെ കേസിൽ. പിന്നെ എൻഡോമെട്രിയൽ ലൈനിങ് ഇവിടെ ഈസ്ട്രസ് സൈക്കിൾ റീഅബ്സോർവ് ചെയ്യും, ഇവിടെ ആണെങ്കിൽ ഷെഡ് ചെയ്യും. പിന്നെ ബ്ലീഡിങ് യൂഷ്വലി ആബ്സെൻ്റ് ആണ്, ഇവിടെ നമുക്ക് അറിയാവുണ്ടെന്ന്. ഫേസസ് ഏതൊക്കെയാണെന്ന് രണ്ടിലേയും പറയുക. ഓവുലേഷൻ ഈസ്റ്റർ സൈക്കിൾ കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക ഓവുലേഷൻ. ഇതെന്ന് പറയുന്നത് നമുക്ക് പിന്നെ മെൻസ്ട്രൽ സൈക്കിളിൽ 14th ഡേയിലാണ് നടക്കുക. പിന്നെ സൈക്കിളിൻ്റെ ലെങ്ത് സ്പീഷീസ് വൈസ് മാറും, നമ്മൾ കണ്ടു അല്ലേ. എലിഫൻറ്റിൻ്റെ കേസിൽ ഏറ്റവും ലെങ്ത്, ഡോഗിൻ്റെ കേസിൽ ചില ഫേസസ് 6 months ഒക്കെ അല്ല 3 months ഒക്കെ നീണ്ടിരിക്കും. നമുക്ക് ഇവിടെ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് 28 days ആണ് ആവറേജ്. 35 days വരെ അത് നീണ്ടു നിൽക്കും. പർപ്പസ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ മേറ്റിംഗ് ആൻഡ് പ്രഗ്നൻസിക്ക് വേണ്ടിയാണ്. ഇതെന്ന് പറയുന്നത് പ്രിപ്പയർസ് യൂട്രസ് ഫോർ പ്രഗ്നൻസി. എവറി സൈക്കിളിൽ യൂട്രസിനെ പ്രിപ്പയർ ചെയ്യും. എക്സാമ്പിൾസ് എഗെയിൻ. അപ്പം ഇത്രയും ആയപ്പോഴത്തേക്ക് ഈസ്റ്റർ സൈക്കിൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ. സോ വിത്ത് ദിസ് ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ടുഡേയ്സ് വീഡിയോ. താങ്ക് യു. I'm an icon, man. I'm a girl about a 10. I should fuck her in the Benz.